നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംഭരിച്ച നെല്ലിന്റെ വില കിട്ടിയില്ല. മുഖ്യമന്ത്രിയും പരിവാരങ്ങളും സുഖസമൃദ്ധമായി ഭക്ഷണം കഴിക്കുമ്പോൾ അന്നം നൽകാൻ അധ്വാനിച്ച കർഷകർ പട്ടിണി കിടക്കുകയാണെന്നും BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് C കൃഷ്ണകുമാർ. മാറി മാറി ഭരിച്ച സർക്കാരുകൾ കർഷകരോടുള്ള വഞ്ചന തുടരുകയാണെന്നും നെല്ലിന്റെ വിലയായ കേന്ദ്രവീതം കിട്ടിയില്ല എന്നത് അടിസ്ഥാനരഹിതമെന്നും കൃഷ്ണകുമാർ. പ്രതിപക്ഷത്തിരിക്കെ പെൻഷൻകാർക്കും വയോജനങ്ങൾക്കുമായി നിലകൊണ്ട UDF അധികാരത്തിലെത്തിയപ്പോൾ എല്ലാം മറന്നെന്ന് SSPC സംസ്ഥാന വൈസ് പ്രസിഡന്റ് PM ദേവദാസ്. പെൻഷൻകാരോട് LDF കാണിച്ച അവഗണന UDF തുടരുകയാണെന്നും ബജറ്റിൽ ജീവനക്കാർക്കും പെൻഷൻകാർക്കും വിസ്മയമുണ്ടാക്കുമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയെങ്കിലും ഒന്നും നടന്നില്ലെന്നും PM ദേവദാസ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് SSPCയുടെ നേതൃത്വത്തിൽ കലക്ടറേറ്റ് ധർണ. ആരോഗ്യ പരിപാലന മേഖല സ്വകാര്യവൽക്കരിക്കാനും കുത്തകവൽക്കരിക്കാനുമുള്ള നീക്കം നടക്കുന്നതായി VK ശ്രീകണ്ഠൻ MP. സേവന മേഖലയിൽ നിലനിൽക്കേണ്ട ആരോഗ്യ മേഖല സ്വകാര്യവൽക്കരിക്കുന്നത് അപകടകരമെന്നും MP. NHM എംപ്ലോയീസ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം പാലക്കാട്. വാർത്തകൾ വിശദമായി. സംഭരിച്ച നെല്ലിന്റെ വില കിട്ടിയില്ല. കാർഷിക ഉപകരണങ്ങളുമായി കർഷക മോർച്ചയുടെ നേതൃത്വത്തിൽ പാലക്കാട് കലക്ടറേറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. മുഖ്യമന്ത്രിയും പരിവാരങ്ങളും സുഖസമൃദ്ധ ഭക്ഷണം കഴിക്കുമ്പോൾ അന്നം നൽകാൻ അധ്വാനിച്ച കർഷകൻ പട്ടിണി കിടക്കുകയാണെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് C കൃഷ്ണകുമാർ പറഞ്ഞു. മാറി മാറി ഭരിച്ച സർക്കാരുകൾ കർഷകരോട് കാണിക്കുന്നത് അവഗണനയാണെന്നും നെല്ലിന്റെ വിലയായ കേന്ദ്രവീതം കിട്ടിയില്ല എന്നത് അടിസ്ഥാനരഹിതമാണെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. വർഷങ്ങളായി കേന്ദ്ര സർക്കാർ നൽകിയ ഫണ്ട് വിനിയോഗത്തിന്റെ റിപ്പോർട്ട് സർക്കാരുകൾ കേന്ദ്രത്തിന് സമർപ്പിച്ചിട്ടില്ല. ഇതെന്തുകൊണ്ടാണെന്ന് സർക്കാർ വ്യക്തമാക്കണം. മുഖ്യമന്ത്രിയും പരിവാരങ്ങളും സുഖസമൃദ്ധമായ ഭക്ഷണം കഴിക്കുമ്പോഴാണ് അന്നം നൽകാൻ അധ്വാനിച്ച കർഷകർ പട്ടിണി കിടക്കുന്നത്. കർഷകരെ ദ്രോഹിക്കുന്ന നയമാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും C കൃഷ്ണകുമാർ പറഞ്ഞു. പാവപ്പെട്ട കർഷകര് നെൽകർഷകർക്ക് ഭക്ഷണം കഴിക്കണ്ടേ, അവരുടെ മക്കൾക്ക് ഭക്ഷണം കഴിക്കണ്ടേ, അവരുടെ വീട്ടുകാർക്ക് ഭക്ഷണം കഴിക്കണ്ടേ. നിങ്ങൾ നെല്ലിന്റെ സംഭരണ വില കൊടുത്താൽ മാത്രമേ പാവപ്പെട്ട നെൽകർഷകർക്ക് അവരുടെ കുടുംബാംഗങ്ങൾക്ക് മാങ്ങുണ്ണാൻ പറ്റുള്ളൂ. കേരളത്തിൽ മുഖ്യമന്ത്രിക്ക് വിഭവസമൃദ്ധമായിട്ടുള്ള സദ്യ കൊടുക്കാൻ ആളുകളുണ്ട്. പക്ഷെ ഇവിടുത്തെ പാവപ്പെട്ട കർഷകര് നെൽകർഷകര് വിഭവസമൃദ്ധമായിട്ടുള്ള സദ്യ വേണമെങ്കിൽ അവന്റെ വീടുകളിൽ പൈസ എത്തണം. അവൻ വെയിലത്തും മഴയത്തും പണിയെടുത്ത് വേർപ്പൊഴുക്കി ഉണ്ടാക്കിയിട്ടുള്ള നെല്ലിന്റെ വില അവന് കൃത്യസമയത്ത് ലഭിച്ചാൽ മാത്രമേ അവന്റെ വീട്ടില് ചോറ് തിളയ്ക്കുള്ളൂ, അവന് ചോറ് വെക്കാൻ കഴിയുള്ളൂ. ഓണക്കാലമായിട്ടും സർക്കാർ വില നൽകാത്തതുകൊണ്ടാണ് പ്രതിഷേധമായി രംഗത്ത് വന്നത്. കടം വാങ്ങിയും സ്വർണം പണയം വെച്ചും കൃഷി ചെയ്യുന്നവരെ അവഗണിക്കുന്ന നിലപാട് സർക്കാർ മാറ്റണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു. ജില്ലാ പ്രസിഡന്റ് രമേശ് അധ്യക്ഷത വഹിച്ചു. BJP ജില്ലാ ജനറൽ സെക്രട്ടറി ഓമനക്കുട്ടൻ, വേണു, അംബുജാക്ഷൻ, ബോബി വെണ്ണക്കര, ഹരിദാസ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രതിപക്ഷത്തിരിക്കെ പെൻഷൻകാർക്കും വയോജനങ്ങൾക്കുമായി നിലകൊണ്ട UDF അധികാരത്തിലെത്തിയപ്പോൾ എല്ലാം മറന്നെന്ന് SSPC സംസ്ഥാന പ്രസിഡന്റ് PM ദേവദാസ് പറഞ്ഞു. പെൻഷൻകാരോട് LDF കാണിച്ച അവഗണന UDF തുടരുകയാണെന്നും ബജറ്റിൽ ജീവനക്കാർക്കും പെൻഷൻകാർക്കും വിസ്മയമുണ്ടാക്കുമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയെന്നും എന്നാൽ ഒന്നും നടന്നില്ലെന്നും ദേവദാസ് പറഞ്ഞു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് SSPയുടെ നേതൃത്വത്തിൽ പാലക്കാട് കലക്ടറേറ്റിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയം നോക്കാതെ പെൻഷൻകാർക്കായി തെരുവിലിറങ്ങിയ ഏക സംഘടന SSPC ആണെന്നും ദേവദാസ് പറഞ്ഞു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് SSPC കലക്ടറേറ്റിന് മുന്നിൽ നടത്തിയ ധർണ ദേവദാസ് ഉദ്ഘാടനം ചെയ്തു. പെൻഷൻകാരോട് LDF കാണിച്ച അവഗണന UDF തുടരുകയാണ്. ബജറ്റിൽ ജീവനക്കാർക്കും പെൻഷൻകാർക്കും വിസ്മയമുണ്ടാക്കുമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം. എന്നാൽ ഒന്നും നടന്നില്ല. പെൻഷൻകാരോട് നീതി പുലർത്താൻ സർക്കാരിന് കഴിയണമെന്നും ദേവദാസ് പറഞ്ഞു. അത് നമ്മൾ എല്ലാ ട്രഷറികളിലും പോയി ഒരാഴ്ചക്കാലം ഓരോ ട്രഷറിയിലും കാത്തുനിന്ന് വരുന്ന പെൻഷൻകാരെ എല്ലാം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ സമ്മതത്തോടെ, നമ്മുടെ സംഘടനയിൽപ്പെട്ടവരൊന്നല്ല ഒപ്പിട്ടുള്ളത്, നമ്മുടെ സംഘടനയിലുള്ളവരുടെ എണ്ണം നമുക്കറിയാലോ. അതല്ല, അതിന്റെ എത്രയോ മടങ്ങ് ആൾക്കാർ ഈ വലിയ സംഘടന എന്ന് അവകാശപ്പെടുന്നതിന്റെ പ്രവർത്തകരും അണികളും എല്ലാം അതിലൊപ്പിട്ടു. വളരെ സന്തോഷത്തോടെ നമ്മളോട് പലരും പറഞ്ഞു, നിങ്ങളെങ്കിലും ഇതിപ്പോ ചോദിക്കുന്നുണ്ടല്ലോ, അതിൽ സന്തോഷം. അപ്പൊ അവിടെ ഭരണത്തിന് അനുകൂലിക്കുന്നവരുണ്ട്, ഭരണത്തിന് എതിർക്കുന്നവരുണ്ട്. രണ്ടു കൂട്ടരും ഈ രംഗത്തില്ല. അപ്പൊ നമ്മൾ മാത്രമാണ് ഈ രംഗത്ത് കഴിഞ്ഞ 4 വർഷമായിട്ട് നമ്മുടെ കഴിവിന്റെ പരമാവധി പെൻഷൻകാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കും. 5 വർഷ പരിധിയിൽ പെൻഷൻ പരിഷ്കരിക്കുക, മെഡിസെപ്പ് അപാകത പരിഹരിക്കുക, വയോജന വകുപ്പ് ആരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണാ സമരം. ജില്ലാ പ്രസിഡന്റ് KN ശിവദാസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി K കൃഷ്ണകുമാർ, K കൃഷ്ണൻകുട്ടി, അനിൽ, രണദിവൈ, KC അശോകൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ആരോഗ്യ പരിപാലന മേഖല സ്വകാര്യവൽക്കരി
വൽക്കരിക്കാനും കുത്തകവൽക്കരിക്കാനുമുള്ള നീക്കമാണ് നടക്കുന്നതെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി പറഞ്ഞു. സേവന മേഖലയിൽ നിലനിൽക്കേണ്ട ആരോഗ്യ മേഖല സ്വകാര്യവൽക്കരിക്കുന്നത് അപകടകരമെന്നും എം പി പറഞ്ഞു. പാലക്കാട് സംഘടിപ്പിച്ച NHM എംപ്ലോയീസ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗ്രാമീണ ആരോഗ്യ മേഖല ശക്തമായി നിലനിൽക്കുന്നതിന്റെ പ്രധാന കാരണം NHM പ്രവർത്തകരുടെ ഇടപെടലാണ്. എന്നാൽ NHM പ്രവർത്തകർക്ക് ലഭിക്കേണ്ട പരിഗണന ഒന്നും തന്നെ ലഭിക്കുന്നില്ല. എന്നാൽ UDF സർക്കാർ ആരോഗ്യ പ്രവർത്തകരെ സംരക്ഷിക്കുമെന്നും എം പി പറഞ്ഞു. സേവന സ്ഥിരതയും അവകാശ സംരക്ഷണവും ആണ് മുദ്രാവാക്യമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഒരു അജണ്ട ഉണ്ട് അല്ലേ? എന്തായാലും നിങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് എത്ര സംഘടന ഉണ്ട് അറിയണ്ടോ? NHM എംപ്ലോയീസ് എന്തായാലും പാലക്കാട് ജില്ലയിൽ 100-ലധികം സ്ഥാപനങ്ങളുണ്ട്. ഇത്രയും സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവരും പാലക്കാട് എയർപോർട്ടിൽ ജോലി ചെയ്യുന്നവരായിട്ടുള്ള നിങ്ങൾ എത്ര വർഷമായിട്ടുണ്ടാവും? എല്ലാവരും താൽക്കാലികമാണ് അല്ലേ? കരാർ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അങ്ങനെയല്ലേ? സ്ഥിരം ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവരാണ്. ജില്ലാ പ്രസിഡന്റ് സൂരജ് PK അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ സാന്ദ്ര, KPCC ജനറൽ സെക്രട്ടറി C ചന്ദ്രൻ, INTUC ജില്ലാ പ്രസിഡന്റ് SK അനന്തകൃഷ്ണൻ, ജോബി തോമസ്, സറീന, അജു സെബാസ്റ്റ്യൻ, ഡോക്ടർ വൈശാഖ്, BN മുരളീധരൻ, സതീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സംഘടനയിൽ അംഗത്വമെടുക്കാതിരിക്കുന്നത് അവകാശങ്ങൾ നേടിയെടുക്കാനും കിട്ടാതാവാനും കാരണമെന്ന് എക്സ് സർവീസ് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് ലഫ്റ്റനന്റ് കേണൽ P ജയദേവൻ പറഞ്ഞു. പാലക്കാട് സംഘടിപ്പിച്ച എക്സ് സർവീസ് ലീഗ് സംസ്ഥാന വനിതാ വിഭാഗ യോഗം ഗവേണിംഗ് ബോർഡിംഗും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് പൂർവ്വ സൈനിക സംഘടനയിൽ അംഗത്വം കുറവ് കേരളത്തിലാണ്. ഇതിന് കാരണം പലരും സംഘടനയിൽ അംഗമല്ലാത്തവരാണ്. ഇതിന് പരിഹാരമുണ്ടാകണം. അംഗത്വമെടുക്കാതെ മാറി നിൽക്കുന്നത് ശരിയായ പ്രവണതയല്ല എന്നും ജയദേവൻ പറഞ്ഞു. എന്താ പറയാ, സർവീസുള്ള ജവാന്മാർ അല്ലെങ്കിൽ സർവീസ് റിട്ടയർ ചെയ്ത ജവാന്മാർ വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് അവരുടെ സ്ട്രെങ്ത് കൂടുതലായി. കേരളത്തിൽ കുറവൊന്നുമല്ല. പക്ഷെ നമ്മുടെ മുഴുവൻ ആൾക്കാരും മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ നമ്മൾ 1-ാം സ്ഥാനത്തേക്ക് എത്തും. അത്രയും നമുക്ക് IS മെമ്പർഷിപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ ISLലേക്ക് നമ്മൾക്ക് പങ്കെടുക്കാനുള്ള ഇന്ത്യൻ എക്സ് സർവീസ് ലീഗിലേക്കുള്ള പങ്കെടുക്കാനുള്ള അംഗത്വം കൂടുതലായി കിട്ടും. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്, ആരൊക്കെ മെമ്പർഷിപ്പ് എടുക്കാറുണ്ട് എല്ലാവരും മെമ്പർഷിപ്പ് എടുക്കുക എന്നുള്ളത്. ഇത് ഞാൻ സ്റ്റേറ്റ് സമ്മേളനത്തിൽ നമ്മുടെ മാസം കേരള സമ്മേളനത്തിൽ പറയാനുള്ളത്. ഇനി എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എല്ലാവരും വളരെ നന്ദി രേഖപ്പെടുത്താനുള്ള സംഗതിയാണ് നമ്മുടെ കോഴിക്കോട് വെച്ച് നടന്നിരുന്ന സംസ്ഥാന സമ്മേളനത്തിൽ എല്ലാ ജില്ലകളും അവരുടെ കഴിവിന്റെ പരമാവധി പരിശ്രമിച്ചുകൊണ്ട് നല്ലൊരു സ്ട്രെങ്ത് അവിടെ കാട്ടി നമ്മുടെ ഇന്ത്യൻ എക്സ് സർവീസസ് ലീഗ് അല്ലെങ്കിൽ കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് എന്താണെന്നുള്ള മാതൃക അവിടെ കാട്ടിക്കൊടുക്കും. വിവിധ ജില്ലകളിൽ നിന്നുള്ള CC അംഗങ്ങൾ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി SK അജിത് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി VS കൃഷ്ണകുമാർ, ജില്ലാ പ്രസിഡന്റ് വേലുക്കുട്ടി, സംസ്ഥാന സെക്രട്ടറി രാധാകൃഷ്ണ പണിക്കർ, രക്ഷാധികാരി ബ്രിഗേഡിയർ നാരായണ മേനോൻ, വൈസ് പ്രസിഡന്റ് കേണൽ ശശികുമാർ, C രാജശേഖരൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ശ്രീനാരായണ ഗുരുവും തുഞ്ചത്തെഴുത്തച്ഛനും വിദ്യാഭ്യാസ മേഖലയ്ക്ക് നൽകിയ സംഭാവനകൾ എക്കാലം സ്മരിക്കപ്പെടുമെന്ന് നെന്മാറ MLA K പ്രേമൻ പറഞ്ഞു. സംസ്ഥാന സാക്ഷരതാ മിഷൻ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സഹകരണത്തോടെ നടപ്പിലാക്കിയിട്ടുള്ള ഡിഗ്രി കോഴ്സുകളിലെ ലേണിംഗ് സപ്പോർട്ട് സെന്റർ എലവഞ്ചേരി തുഞ്ചത്തെഴുത്തച്ഛൻ കോളേജിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളെ വിദ്യാഭ്യാസവും സാമൂഹികമായ ഉയർച്ച ഉണ്ടാക്കി കൊടുക്കുന്നതിൽ ഇവർ വഹിച്ച പങ്ക് വിലമതിക്കാനാകാത്തതാണെന്നും MLA പറഞ്ഞു. അനന്തമായ കാറ്റുപോലെ ഈ മന്ദമാരുതനെ പോലെ വീശിയടിക്കേണ്ടതാണ്, പദവിയെ തടഞ്ഞു നിർത്തേണ്ടതല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അറിവിന്റെ പൊൻവെളിച്ചം ഒരു സൂര്യപ്രകാശം പോലെ ഈ പ്രപഞ്ചത്തിലാകമാനം തന്നെ വീശിയടിക്കാൻ ആർക്ക് ഒരു മനുഷ്യൻ എന്തെല്ലാം കഴിയുമോ ആ നിലയിലേക്കെല്ലാം കഴിക്കാനും അത് ചെലവഴിക്കാനും ആ രൂപത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയാവുന്ന വിധത്തിലുള്ള സൽക്കർമ്മങ്ങൾ പ്രവർത്തനങ്ങളാണ് ഏറ്റെടുക്കുന്നത്. ഇന്ന് അറിവ് എന്നതിന്റെ സഞ്ചകൾ അല്ലെങ്കിൽ അറിവിന്റെ നിർവചനങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. പഴയകാലത്ത് അക്ഷരം അറിയുന്നതാണ് അറിവ് എങ്കിൽ ഇന്ന് അറിവിന്റെ നിർവചനങ്ങൾ മാറി ഇന്ന് എവിടേക്ക് എത്തി നിൽക്കുന്നു എന്ന് പറയാൻ വേണ്ടി കഴിയാത്ത സാഹചര്യത്തിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. ശ്രീനാരായണ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ ജഗതിരാജ് അധ്യക്ഷത വഹിച്ചു. നെന്മാറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ രവീന്ദ്രൻ, ഇലവഞ്ചേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K ചെന്താമര, സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ മനോജ് സെബാസ്റ്റ്യൻ, ഡോക്ടർ ദീപ, ഡോക്ടർ PR ജയശീലൻ, K സത്യപാലൻ, ശാന്തൻ മാസ്റ്റർ, ഡോക്ടർ ലതിക എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കാലങ്ങളായി ഗതാഗത യോഗ്യമല്ലാതെ കിടന്നിരുന്ന മണ്ണൂർ പഞ്ചായത്തിലെ 5-ാം വാർഡിൽ
ഇരിഞ്ഞിയിൽ റോഡ് കോൺക്രീറ്റ് നിർമ്മാണം പൂർത്തീകരിച്ച് ഗതാഗത യോഗ്യമാക്കി. പ്രദേശം കുറച്ചു ഭാഗം മണ്ണ് റോഡായിരുന്നതിനാൽ നടക്കാൻ പോലും പ്രയാസത്തിലായിരുന്നു. ദിനംപ്രതി നൂറുകണക്കിന് വാഹനങ്ങൾ സഞ്ചരിക്കുന്ന ഗ്രാമീണ റോഡാണിത്. മുൻ MLAയുടെ ഫണ്ട് ഉപയോഗിച്ചാണ് റോഡ് പൂർത്തീകരണം. റോഡ് സഞ്ചാര്യമായതോടെ പ്രദേശവാസികളും ഏറെ സന്തോഷത്തിലാണ്. അഭിനന്ദനവുമായി പ്രദേശവാസികളും രംഗത്തെത്തി. കാലങ്ങളായുള്ള പ്രദേശത്തുകാരുടെ ആവശ്യമാണ് പൂർത്തിയായത്. കോഴിച്ചുണ്ട 110 kV ലൈൻ, എരണിപ്പറമ്പ്, പള്ളിപ്പടി, ഖാദിപ്പടി എന്നിവിടങ്ങളിലെ യാത്രക്കാർക്ക് ഏറെ പ്രയോജനകരമായി. എരിഞ്ഞിയിൽ റോഡ് പൂർത്തിയായതോടെ വോട്ടർമാർക്ക് നൽകിയ ഉറപ്പ് പൂർത്തീകരിച്ചതായി പഞ്ചായത്ത് അംഗം VM അൻവർ സാദിഖ് പറഞ്ഞു. ഇവിടെയുള്ള പ്രദേശവാസികളോട് എരഞ്ഞിയിൽ റോഡ് നമ്മൾ പൂർത്തീകരിച്ചു തരാം എന്ന് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. വിവിധ ഫണ്ടുകൾ ഉപയോഗിച്ച് 2-3 ഘട്ടമായിട്ടാണ് എരഞ്ഞിയിൽ റോഡ് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. അതിൽ വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട്. നൂറുകണക്കിന് ആളുകൾ യാത്ര ചെയ്യുന്ന ഈ എരഞ്ഞിയിൽ റോഡ് അത് തകർന്ന് ഈ മൺ റോഡായ ഈ റോഡ് അത് ചെയ്യാതെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. എന്നാൽ ഇത് ചെയ്തു തീർക്കാൻ കഴിഞ്ഞതിലും ആ റോഡ് പൂർത്തീകരിക്കാൻ കഴിഞ്ഞതിലും വളരെയധികം സന്തോഷമുണ്ട്. ഇവിടെയുള്ള ജനങ്ങളോട് പറഞ്ഞ വാക്ക് പാലിക്കാൻ കഴിഞ്ഞതിലും ഇവിടെയുള്ള ജനങ്ങളുടെ കൂടെ നിൽക്കാൻ കഴിഞ്ഞതിലും സന്തോഷമുണ്ട്. ഇനിയും ഈ പ്രദേശത്തുള്ള ആളുകളുടെ കൂടെ ഞങ്ങൾ ഉണ്ടാവുമെന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. വാർഡംഗം ഷബിത മുനീർ, ധന്യ കൃഷ്ണദാസും സ്ഥലത്തെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. സർവീസിലിരിക്കെ കണക്ക് കൂട്ടി ജീവിച്ച് വിരമിച്ചവർക്ക് ആശ്വാസമാണ് കുടുംബസംഗമം പോലുള്ളവയെന്ന് രമേശ് പിഷാടി പറഞ്ഞു. BSNL DOT പെൻഷേഴ്സ് അസോസിയേഷൻ ജില്ലാ ജനറൽ ബോഡി യോഗവും കുടുംബസംഗമവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. 1 ലക്ഷത്തോളം വരുന്ന ബ്രിട്ടീഷുകാരാണ് 40 കോടിയോളം വരുന്ന ഇന്ത്യക്കാരെ അടക്കി ഭരിച്ചത്. ഇതിന് കാരണം ഇന്ത്യക്കാർ സംഘടിത ശക്തിയല്ലാത്തതുകൊണ്ടാണ്. എല്ലാ ദിവസവും നവീകരിക്കപ്പെടുകയും ആധുനികവൽക്കരിക്കപ്പെടുകയും ചെയ്യുന്ന മേഖലയാണ് ടെലികോം. ബന്ധങ്ങൾ നിലനിൽക്കുന്നത് പോലും ടെലികോം മേഖലയെ ആശ്രയിച്ചാണെന്നും MLA പറഞ്ഞു. ഏറ്റവും പ്രകടവും ഏറ്റവും വേഗതയേറിയതും ആയ മാറ്റം സംഭവിച്ച പരിപൂർണമായി മാറ്റപ്പെട്ട ഒരു മേഖല എന്ന് പറയുന്നത് ടെലികമ്മ്യൂണിക്കേഷൻസിൻ്റെ ഒരു ഏരിയ. ഇവിടെ ഇത് വളരെ റെയറായിരുന്ന, ഇതിൻ്റെ ലഭ്യത ഏറ്റവും കുറവായിരുന്ന കാലം മുതൽ ഇത് ഇല്ലാത്തൊരാളില്ലാത്തൊരു കാലം വരെ ഇതിൻ്റെ ഒപ്പം നടന്ന് സഞ്ചരിച്ച കണ്ടിട്ടുള്ള മാറ്റങ്ങളെ അടുത്തറിഞ്ഞ മാറ്റങ്ങളോടൊപ്പം നിൽക്കുകയും അനുകൂലിക്കുകയും പ്രതികൂലിക്കുകയും യാത്ര ചെയ്യുകയും ചെയ്ത ആളുകളാണ് എനിക്ക് മുന്നിലുള്ളത് എന്ന് വ്യക്തമായ ബോധ്യം എനിക്കുണ്ട്. ഈ പെൻഷനേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്നതും ഒരു നല്ല കാര്യമാണ്. അത്തരത്തിലൊരു സംഘടിതരായിരിക്കുക എന്ന് പറയുന്നത്. പെൻഷൻ പരിഷ്കരണം ഉടൻ നടപ്പിലാക്കണമെന്ന് BSNL DOT പെൻഷനേഴ്സ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ ജനറൽ ബോഡി യോഗം ആവശ്യപ്പെട്ടു. ജില്ലാ പ്രസിഡന്റ് AM റഷീദ് അലി അധ്യക്ഷത വഹിച്ചു. 2017 മുതൽ നടപ്പിലാക്കേണ്ടിയിരുന്ന BSNL പരിഷ്കരണം ഉടൻ നടപ്പിലാക്കുക, CGHS വെൽനസ് സെന്ററുകൾ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും ആരംഭിക്കുക, കൂടുതൽ ആശുപത്രികളിൽ എംപാനൽ ചെയ്യുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും യോഗത്തിൽ ആവശ്യപ്പെട്ടു. ജില്ലാ സെക്രട്ടറി PK ജ്യോതിപ്രസാദ്, ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് A ജവഹർ രാജ്, ജില്ലാ ട്രഷറർ G രാമചന്ദ്രൻ, K അംബികാദേവി, സുജാത വേണുഗോപാൽ, K രാജൻ, FNTO ജില്ലാ സെക്രട്ടറി C സതീഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കോട്ടായി അപ്പുണ്ണിയേട്ടൻ വായനശാലയുടെ നേതൃത്വത്തിൽ മാതൃകാ കർഷകനെ കൃഷിയിടത്തിലെത്തി ആദരിച്ചു. കർഷകരത്നം ഭാസ്കരൻ കല്യാണത്തിനെയാണ് വായനശാലയുടെ നേതൃത്വത്തിൽ ആദരിച്ചത്. കർഷകരത്നം ഭാസ്കരൻ കല്ലോടിനെ അപ്പുണ്ണിയേട്ടൻ വായനശാലയുടെ നേതൃത്വത്തിൽ കൃഷിയിടത്തിലെത്തിയാണ് ആദരിച്ചത്. ജൈവ കർഷകനും വനമിത്ര പുരസ്കാര ജേതാവും ദേശീയ ഹരിതസേന ജില്ലാ കോർഡിനേറ്ററുമായ S ഗുരുവായൂരപ്പൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഭാസ്കരൻ കല്ലോടിന് ഉപഹാരം സമർപ്പിച്ചു. 67 വയസ്സുള്ള ഭാസ്കരൻ മഞ്ഞൾ, പയർ, കുമ്പളം, മത്തൻ, വഴുതന, കൂർക്ക, മധുരക്കിഴങ്ങ്, തെങ്ങ്, മുളക്, ചെണ്ടുമല്ലി കൃഷി, നെല്ല്, വാടാമല്ലിപ്പൂ കൃഷി എന്നിവ നടത്തുന്നുണ്ട്. ചടങ്ങിൽ അപ്പുണ്ണിയേട്ടൻ വായനശാല പ്രസിഡന്റ് R റിൻസി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി അജേഷ് മാഷ്, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ A സെറീന, KK ഭാസ്കരൻ, MK വേലായുധൻ, ലൈബ്രറിയൻ V ചിത്ര, മറ്റു വായനശാല പ്രവർത്തകർ തുടങ്ങിയവർ സംബന്ധിച്ചു. അപ്പോൾ അതിലേക്ക് പുതിയ തലമുറയും വേണം, പഴയ ആൾക്കാരും കൂടെ അതിൻ്റെ അനുഭവങ്ങൾ പറയണം. പിന്നെ നമ്മൾ ഇതൊക്കെ കണക്കൂട്ടി സമയത്ത് ചെയ്യണമല്ലോ ഇതൊക്കെ. പക്ഷെ കാലാവസ്ഥ മൊത്തം മാറി. ഒരു 15-16 ദിവസത്തിൻ്റെ കാലമാറ്റമുണ്ട് അല്ലേ. ഇടവപ്പാതി എന്നുള്ളത് ഇടവം തീരുമ്പോഴാണ് മഴ തുടങ്ങുന്നത്. അപ്പോൾ ഒരു 15-16 ദിവസത്തെ ഈ ലോകം മുഴുവൻ ഈ മാറ്റമുണ്ട്. ഞാനിപ്പോൾ ഇന്നൊരു ചിത്രം കണ്ടിട്ട് വരികയാണേ. അപ്പോൾ അന്റാർട്ടിക്കയിലെ പെൻഗ്വിനുകളൊക്കെ ഐസിൻ്റെ മുകളിൽ നിന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ ഐസില്ല, വെറും പാറപ്പുറത്ത് നിൽക്കുന്ന അവസ്ഥയാണ്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കേരള കർഷക ഫെഡറേഷൻ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കിഴക്കഞ്ചേരി ഇളവമ്പാടത്ത് വെച്ച് കർഷക ദിനം ആചരിച്ചു. CMP ജില്ലാ സെക്രട്ടറി P കലാധരൻ ഉദ്ഘാടനം ചെയ്തു. നെല്ല് സിവിൽ സപ്ലൈസ് എടുക്കുന്നുണ്ട്.
അതിന് മതിയായ വില കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാലില്ല. മറ്റു പല സംസ്ഥാനങ്ങളിൽ ഈ സംവിധാനങ്ങളില്ല. കേരളത്തിലുള്ള ഈ സംവിധാനം മറ്റു സംസ്ഥാനങ്ങളിലില്ല. പക്ഷേ അവിടെ എന്നാലും അവരെ കർഷകരെ കൃഷിയാണ് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കാർഷികപരമായ നമ്മുടെ ഇന്ത്യയിൽ നെഹ്റു ഭരണത്തിൽ വന്നതിന് ശേഷം കാർഷിക വ്യാവസായിക മേഖലകളിൽ വൻ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി അന്ന് ശ്രമിച്ചിരുന്നു. കർഷക ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് എ ദിലീപ് കുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി കെ അരവിന്ദാക്ഷൻ, സംസ്ഥാന വൈസ് ചെയർമാൻ എസ് അനിൽകുമാർ, നേതാക്കളായ പി കെ ഭക്തൻ, ഹരിത ശ്രീകൃഷ്ണപുരം, ഇ കെ ചന്ദ്രിക, രവി മണ്ണടി തുടങ്ങിയവർ സംസാരിച്ചു. വ്യത്യസ്ത കാർഷിക മേഖലകളിൽ മികവ് തെളിയിച്ച 5 കർഷകരെ ആദരിച്ചു. പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും നാട്ടുകാർക്കും ഫലവൃക്ഷത്തൈ വിതരണവും വിത്ത് വിതരണവും നടത്തി. ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി സുജ അനിൽകുമാർ ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കർഷക ദിനത്തിൽ വയോധികരായ കർഷകരെ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി ഐ ഷാനവാസിന്റെ നേതൃത്വത്തിൽ വീട്ടിലെത്തി പൊന്നാടയും മെമന്റോയും നൽകി ആദരിച്ചു. ഇത് തങ്ങൾക്ക് കിട്ടിയ അംഗീകാരമാണെന്ന് കർഷകർ പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എ ഷാനവാസിന്റെ നേതൃത്വത്തിൽ വീട്ടിലെത്തി പൊന്നാടയും മൊമന്റോയും 1 കുല ചങ്ങാതിക്കോടനും നൽകിയാണ് ആദരിച്ചത്. ഈ ആദരവ് വേറൊരു അനുഭൂതിയായി മാറി. ഈ പഴയകാല കർഷകർ പകലും രാത്രിയും മണ്ണിനോട് കൃഷി ചെയ്ത് കുടുംബം നോക്കുകയായിരുന്നു അന്ന്. ഈ പാവപ്പെട്ട കർഷകരെ ആദരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ചിങ്ങം 1 കർഷക ദിനം ആചരിക്കുകയാണ്. എന്നാൽ പഴയ ആളുകളെ ആരും ഓർക്കുന്നില്ല. ഇതൊരു ഓർമ്മ പുതുക്കൽ കൂടിയാണ്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എ ഷാനവാസിലൂടെ അവർക്ക് കിട്ടിയ പൊന്നാട നിധി പോലെ സൂക്ഷിക്കുകയാണ് ഈ വയോധികർ. ദേശമംഗലം സ്വദേശിയായ കറ്റുവട്ടൂർ 80 വയസ്സുള്ള വറവട്ടൂർ ഞാലിൽ നാരായണൻ, പള്ളം ആറ്റുപുറം പെരുമണ്ണിൽ മാധവിയമ്മ, പള്ളം ചുട്ടപ്പറമ്പിൽ മുഹമ്മദ് കുട്ടി എന്നിവരെയാണ് പി എ ഷാനവാസ് വീടുകളിലെത്തി ആദരിച്ചത്. ഇപ്പോഴത്തെ തലമുറ ഇങ്ങനത്തെ കർഷകർ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പരിചയപ്പെടുത്തലും കൂടിയാണ് ഈ ആദരവിലൂടെ ചെയ്തതെന്ന് പി എ ഷാനവാസ് പറഞ്ഞു. ദേശമംഗലം ഡിവിഷനിൽ ബ്ലോക്ക് ഡിവിഷനിലെ 3 കർഷകരെ സെലക്ട് ചെയ്ത് ഇപ്പോൾ നമ്മുടെ 6-ാം വാർഡിലെ പ്രിയപ്പെട്ട ഞങ്ങളുടെ വളരെ പുരാതന കാലം മുതൽ തന്നെ നെൽകൃഷിയും മറ്റും കൃഷികളൊക്കെ നടത്തുന്ന നാരായണനെയാണ് ആദരിച്ചത്. ദീർഘകാലമായിട്ട് നെൽകൃഷിയും അതുപോലെ തന്നെ വാഴകൃഷിയൊക്കെ നടത്തുന്ന ഒരാളായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇതുപോലുള്ള കർഷകരാണ് നമ്മുടെ നാടിനെയൊക്കെ മുന്നോട്ട് നയിക്കുന്നതും നമ്മുടെ വിശപ്പകറ്റുന്നതും. അതുകൊണ്ട് തന്നെ ഈ കർഷക ദിനത്തിൽ മാത്രമല്ല എല്ലാ സമയത്തും അവർ ഗവൺമെൻറ്റും അതുപോലെ തന്നെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളൊക്കെ ഒരു പ്രത്യേക പരിരക്ഷ കൊടുക്കേണ്ട ആളുകളായിട്ടാണ് കർഷകരുള്ളത്. തീർച്ചയായിട്ടും വളരെ സന്തോഷത്തിലാണ് ഞാനും മെമ്പറുമൊക്കെ ചേർന്നുകൊണ്ട് ഈ പ്രിയപ്പെട്ട നാരായണനെ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കുത്തന്നൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സീരിയസിന്റെ നേതൃത്വത്തിൽ സമുന്നതി പദ്ധതിയുടെ ഭാഗമായി വാർഡ് 15 കരിയടംപാറ കല്ലേക്കാട് ഭാഗത്ത് പുന്നൻ്റൽ ജയിൽ വെച്ച് ഓണക്കനി നിറപ്പൊലിമ പദ്ധതിയുടെ ഭാഗമായി പൂക്കളുടെ വിളവെടുപ്പ് ഉത്സവവും കർഷക ദിനാചരണവും കർഷകരെ ആദരിക്കലും സംഘടിപ്പിച്ചു. കുത്തന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന കാസിം ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ CDS വൈസ് ചെയർപേഴ്സൺ ആർ ഹൈമ സ്വാഗതം പറഞ്ഞു. CDS ചെയർപേഴ്സൺ പ്രീത രാമൻകുട്ടി അധ്യക്ഷത വഹിച്ച യോഗം കുത്തന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന കാസിം ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് കെ ഗിരീഷ് ബാബു, പഞ്ചായത്ത് അംഗങ്ങളായ സംഗീത പ്രസാദ്, MC അപ്പു മാസ്റ്റർ, സുശീല മണിദാസ്, സൗദാമിനി, കുടുംബശ്രീ മെന്റർ ഹർഷ എച്ച് നാരായണൻ, RP മാരായ എ ശരണ്യ, ആർ രതിമോൾ തുടങ്ങിയവർ സംസാരിച്ചു. JLG അംഗം MV ദേവു നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കോങ്ങാട് പഞ്ചായത്ത് 14-ാം വാർഡിൽ മെമ്പേഴ്സ് കെയർ ഗ്രാമകേന്ദ്രം തുറന്നു. പ്രശസ്ത നാടക സിനിമാ നടൻ KR ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ CK ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. കോങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലെയും ആളുകൾക്ക് ആവശ്യമായ സേവനങ്ങൾ സൗജന്യ നിരക്കിൽ ലഭ്യമാക്കാനും മറ്റ് ചൂഷണങ്ങളിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കാനും ഗ്രാമകേന്ദ്രത്തിന്റെ പ്രവർത്തനത്തിലൂടെ സാധിക്കട്ടെ എന്ന് നാടക നടനും പഞ്ചായത്ത് മെമ്പറുമായ CN ശിവദാസൻ അഭിപ്രായപ്പെട്ടു. മെമ്പേഴ്സ് കെയർ എന്ന ഒരു പ്രയോഗവും പ്രവർത്തനവും നമ്മുടെ പഞ്ചായത്തിലും മറ്റു പഞ്ചായത്തുകളിലും ഒക്കെ വ്യാപകമായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ മെമ്പറുടെ ഒരു കെയർ, ഒരു ശ്രദ്ധ, തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയുടെ പ്രവർത്തനം അല്ലെങ്കിൽ അവരുടെ സേവന പരിപാടികൾ എന്താണെന്ന് പൊതുജനങ്ങൾക്കും മറ്റുള്ളവർക്കും ബോധ്യപ്പെടുത്തുന്ന വിധത്തിൽ ഒരു ശ്രമം നടത്തുന്നതിന് വേണ്ടിയാണ് CK ഹരിദാസന്റെ നേതൃത്വത്തില് 14-ാം വാർഡില് ഈ ഒരു സ്ഥാപനം തുടങ്ങിയിരിക്കുന്നത്. ഈ ജനസേവാ കേന്ദ്രം മെമ്പേഴ്സ് കെയർ എന്ന പേരിൽ നടത്തുന്നതിനുള്ള പ്രധാന ഉദ്ദേശം ഈ മേഖലയിലെ ഇവിടെ ദാസൻ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് ചൂഷണങ്ങളും മറ്റും നടക്കുന്നുണ്ട്. സമയത്ത് സേവന പ്രവർത്തനങ്ങൾ ലഭിക്കാതെ പോകുന്ന സ്ഥാപനങ്ങളിൽ
ഇടപെടൽ നടത്താൻ ഒരു മെമ്പർക്കും ഇതുപോലുള്ള സ്ഥാപനത്തിനും കഴിയും. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് TU മുരളീകൃഷ്ണൻ ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മംഗല സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ ഓണച്ചന്തയുടെ പ്രവർത്തനം ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ഷഹന ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു. പലതരത്തിലും മാറി മറിഞ്ഞ ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷെ വീണ്ടും ഇവിടെ എത്തിയപ്പോൾ ഏകദേശം 2026 എത്തിയപ്പോൾ അത് എന്തായി, ഇപ്പോൾ നേരത്തെ അധ്യക്ഷൻ സംസാരിച്ചപ്പോൾ എല്ലാവരുടെയും ആഘോഷം, കൾച്ചറൽ പ്രോഗ്രാം അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ സാംസ്കാരിക ഒരു പ്രോഗ്രാം ആയിട്ട് ഓണം മാറി. എത്രയൊക്കെ എന്തൊക്കെ ആളുകൾ പറഞ്ഞാലും അല്ലേ, കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓണം ഇന്ന ആളുകളുടെ മാത്രമാണ്, അല്ലെങ്കിൽ ഇന്ന ആളുകൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഓണം ആഘോഷിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞാലും കഴിഞ്ഞ വർഷവും അതിന്റെ മുന്നത്തെ വർഷം മുതൽ ഇങ്ങോട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ എല്ലാവരുടെയും എന്താണ്, പൂക്കളുണ്ട്. ഞങ്ങളൊക്കെയും പൂക്കളം ഇടും, സദ്യ അല്ലേ, എല്ലാവരും നിങ്ങളുടെ അടുത്താണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു സൗഹാർദ്ദത്തിലായി നമ്മളുടെ കേരളത്തിലെ ഓണം എന്ന് പറയുന്നത്. ബാങ്ക് പ്രസിഡന്റ് CB ഉദയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് KA വനിത, ER ശശി, CM അബ്ദുൾ റഹ്മാൻ, K സന്തോഷ് കുമാർ, PP സദാശിവൻ, അബ്ദുൾ മുത്തലിഫ്, VC ആദം, KV രാജൻ, കനകലത, സുബൈദ, സബീന എന്നിവർ സംസാരിച്ചു. ബാങ്ക് സെക്രട്ടറി KB സുധീർ സ്വാഗതവും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KR ഷാജീവ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പട്ടാമ്പി ഇമ്മാനുവൽ സിൽസിന്റെ ഓണം പൊന്നോണം ലാഭോത്സവം നറുക്കെടുപ്പ് വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റ് പ്രസിഡന്റ് ഗിരീഷ് വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകി. പട്ടാമ്പി ഇമ്മാനുവൽ സിൽക്സിൽ ഓണം പൊന്നോണം ലാഭോത്സവ നറുക്കെടുപ്പ് വിജയികൾക്കുള്ള സമ്മാനങ്ങളാണ് വിതരണം ചെയ്തത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റ് പ്രസിഡന്റ് ഗിരീഷ് വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. എല്ലാ വിശേഷ സമയങ്ങളിലും പട്ടാമ്പി ഇമ്മാനുവൽ സിൽസിൻ്റെ നേതൃത്വത്തിൽ നിറയെ സമ്മാനങ്ങൾ വിതരണം ചെയ്തുകൊണ്ടുള്ള ബിസിനസ് പ്രൊമോഷനാണ് നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഓണമായാലും വിഷു ആയാലും പെരുന്നാളായാലും ന്യൂ ഇയർ ആയാലും ഒക്കെ ഓരോരോ സമ്മാന പദ്ധതികൾ ആവിഷ്കരിക്കുക മാത്രമല്ല, അത് കൃത്യമായിട്ട് ജനപ്രതിനിധികളെ അടക്കമുള്ളവരെ, പ്രത്യേകിച്ച് വ്യാപാര സമൂഹത്തെയൊക്കെ വിളിച്ചു വരുത്തി അത് ജനങ്ങൾക്ക് അറിയുന്ന രീതിയിൽ അത് വിതരണം ചെയ്യുന്ന ഒരു പരിപാടി നടത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. തീർച്ചയായിട്ടും ഈ വളർന്നുകൊണ്ടിരിക്കുന്ന പട്ടാമ്പിയിലേക്ക് വന്ന് വളരെയേറെ വർഷങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഇമ്മാനുവൽ സിൽക്സിൻ്റെ പ്രവർത്തനം ഇനിയും നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ. അതോടൊപ്പം ഏറ്റവും പ്രധാനമായിട്ട് അതിൽ സൂചിപ്പിക്കാനുള്ളത് സ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ സ്ഥാപനത്തിലെ സ്റ്റാഫുകളുടെ ഒരു പ്രവർത്തനമാണ്. വന്ന ആൾക്കാർ തീർച്ചയായും അവർക്ക് ഇഷ്ടപ്പെടുന്ന വസ്ത്രം ലഭിക്കുന്നത് വരെ ഒരു മുഷിപ്പും മടിയും ഇല്ലാതെ അവരുമായി സഹകരിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ മാസം 12 മുതൽ 16 വരെയുള്ള വിജയികളായ രശ്മി ഞാങ്ങാട്രി, റബീന പട്ടാമ്പി, ബഷീർ കാരക്കാട്, സുമിഷ ഷൊർണൂർ, ജയകുമാർ ചൂരക്കോട് എന്നിവർക്കാണ് സമ്മാനങ്ങൾ നൽകിയത്. ചടങ്ങിൽ ഷോറൂം മാനേജർ T മൊബേഷ് മറ്റു ജീവനക്കാരും പങ്കെടുത്തു. ഓണാഘോഷത്തിന്റെ ഭാഗമായി വിവിധ ബ്രാൻഡുകളുടെ പുതുപുത്തൻ വസ്ത്രങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കാൻ ഷോറൂമിൽ ദിവസവും നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ചരമം. മാത്തൂർ ആനിക്കോട് ചേരികൽ വീട്ടിൽ CP തിത്തു മാസ്റ്റർ നിര്യാതനായി. 80 വയസ്സായിരുന്നു. റിട്ടയർഡ് പോളിടെക്നിക് ജീവനക്കാരനായിരുന്നു. ജോയിന്റ് കൗൺസിൽ, പാലക്കാട് താലൂക്ക് സെക്രട്ടറി, CPI മണ്ഡലം കമ്മിറ്റി അംഗം, കിസാൻ സഭ ജില്ലാ കമ്മിറ്റി അംഗം, SSPC മണ്ഡലം കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഭാര്യ വസന്ത, മക്കൾ പ്രവീൺ, പ്രജീഷ്, പ്രസിജ, മരുമക്കൾ സ്വപ്ന, പ്രവീൺ, ദിവ്യ, പ്രജീഷ്, മുരളി. കോട്ടായി ചെറുകുളം ചുണ്ടംപറമ്പ് വീട്ടിൽ ഉണ്ണികൃഷ്ണന്റെ ഭാര്യ കോമളവല്ലി നിര്യാതയായി. 58 വയസ്സായിരുന്നു. മക്കൾ അനുരാജ്, അനിൽകുമാർ, മരുമക്കൾ പ്രീതി, ശരണ്യ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംഭരിച്ച നെല്ലിന്റെ വില കിട്ടിയില്ല. മുഖ്യമന്ത്രിയും പരിവാരങ്ങളും സുഖസമൃദ്ധമായി ഭക്ഷണം കഴിക്കുമ്പോൾ അന്നം നൽകാൻ അധ്വാനിച്ച കർഷകർ പട്ടിണി കിടക്കുകയാണെന്നും BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് C കൃഷ്ണകുമാർ. മാറി മാറി ഭരിച്ച സർക്കാരുകൾ കർഷകരോടുള്ള വഞ്ചന തുടരുകയാണെന്നും നെല്ലിന്റെ വിലയായ കേന്ദ്രവീതം കിട്ടിയില്ല എന്നത് അടിസ്ഥാനരഹിതമെന്നും കൃഷ്ണകുമാർ. പ്രതിപക്ഷത്തിരിക്കെ പെൻഷൻകാർക്കും വയോജനങ്ങൾക്കുമായി നിലകൊണ്ട UDF അധികാരത്തിലെത്തിയപ്പോൾ എല്ലാം മറന്നെന്ന് SSPC സംസ്ഥാന വൈസ് പ്രസിഡന്റ് PM ദേവദാസ്. പെൻഷൻകാരോട് LDF കാണിച്ച അവഗണന UDF തുടരുകയാണെന്നും ബജറ്റിൽ ജീവനക്കാർക്കും പെൻഷൻകാർക്കും വിസ്മയമുണ്ടാക്കുമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയെങ്കിലും ഒന്നും നടന്നില്ലെന്നും PM ദേവദാസ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് SSPCയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് ധർണ.
ആരോഗ്യപരിപാലന മേഖല സ്വകാര്യവൽക്കരിക്കാനും കുത്തകവൽക്കരിക്കാനുമുള്ള നീക്കം നടക്കുന്നതായി വി.കെ. ശ്രീകണ്ഠൻ എം.പി. സേവന മേഖലയിൽ നിലനിൽക്കേണ്ട ആരോഗ്യമേഖല സ്വകാര്യവൽക്കരിക്കുന്നത് അപകടകരമെന്നും എം.പി. NHM എംപ്ലോയീസ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം പാലക്കാട്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വാർത്ത രാത്രി 9 മണിക്ക്. നമസ്കാരം.